കടന്നു കയറ്റക്കാരുണ്ടാവുമല്ലോ, പുറത്തുനിന്നൊക്കെ വന്നവർ. ഇപ്പോൾ ബംഗാളികൾ ഇപ്പോൾ ധാരാളം ഉണ്ട് ഇവിടെ, പല നാട്ടുകാരും ഉണ്ട്, പല സ്റ്റേറ്റുകാരും. അപ്പോൾ അതിനായിരിക്കും ഈ തീവ്ര പരിചരണം. അല്ലാതെ ഈ ഇന്ത്യക്കാരുടെ അല്ല, ഇവിടെ പുറത്തുനിന്നുള്ളവരുണ്ട്. കൽക്കത്തയിൽ നിന്നും പല ഭാഗത്തുനിന്നും വന്ന് താമസിക്കുന്നവരുണ്ടല്ലോ. ഈ കൽക്കത്തല്ലാന്ന് പുറത്ത് ബംഗാൾ നല്ല രീതിയിൽ നടപ്പാക്കുകയാണെങ്കിൽ ഓക്കെ, ആളെ ബുദ്ധിമുട്ടിക്കാതുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. ബേസ് തന്നെ വളഞ്ഞിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ വളയണത്. മൂക്ക് ഇങ്ങനെ ഒടിക്കേണ്ട ഇങ്ങനെ ഒടിക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിനകത്തുള്ള ആൾക്കാർക്കോ പൗരത്വം ഉണ്ടാവുള്ളൂ, കൊടുക്കാത്ത ആൾക്കാർക്ക് പൗരത്വം ഉണ്ടാവില്ല. കടന്നു കയറ്റക്കാരുണ്ടാവുമല്ലോ, പുറത്തുനിന്നൊക്കെ വന്നവർ. ഇപ്പോൾ ബംഗാളികൾ ഇപ്പോൾ ധാരാളം ഉണ്ട് ഇവിടെ, പല നാട്ടുകാരും ഉണ്ട്, പല സ്റ്റേറ്റുകാരും. അപ്പോൾ അതിനായിരിക്കും ഈ തീവ്ര പരിചരണം. അല്ലാതെ ഈ ഇന്ത്യക്കാരുടെ അല്ല, ഇവിടെ പുറത്തുനിന്നുള്ളവരുണ്ട്. കൽക്കത്തയിൽ നിന്നും പല ഭാഗത്തുനിന്നും വന്ന് താമസിക്കുന്നവരുണ്ടല്ലോ. ഈ കൽക്കത്തല്ലാന്ന് പുറത്ത് ബംഗാൾ. CAA നടപ്പാക്കുന്നതിൻ്റെ വേറൊരു പകർപ്പായിട്ടിത് അതിൻ്റെ ഒരു സാമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നത്. മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ അതുമാതിരിയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി താമസിക്കുന്ന ആളുകൾ ഒരുവിധം ഇവർ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെ ആ ആളുകൾക്കൊക്കെ വോട്ടില്ലാണ്ടാക്കണം. അപ്പോൾ ഇവർക്കൊരു അങ്ങനത്തെ വോട്ടുകൾ നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നൊക്കെ ഇതിനെപ്പറ്റി എൻ്റെ ഒരു ആശങ്ക അതാ പറയുന്നത്. ഒരു ആശങ്കപ്പെടേണ്ട വസ്തു തന്നെയാണ്. അവർ പറഞ്ഞവർക്ക് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എൻ്റെ ഇപ്പോൾ ഒരാൾ ഗൾഫുണ്ടെങ്കിൽ എനിക്ക് അയാൾക്ക് ഒപ്പിട്ട് കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ വെരിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ അതിലൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. നമുക്കറിയില്ല എന്താണ് വോട്ട് ഉണ്ടാവോ ഇല്ല എന്നുള്ളത്. പിന്നെ വോട്ടർ പട്ടികയിൽ നമ്മൾ എല്ലാ ഈ പ്രായം വരെ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മക്കളെ കാര്യമോ മറ്റ് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഞാനെന്ന് വെച്ചാൽ വാടകയ്ക്കാണ്, ശരിക്കുള്ള തറവാട്ടിൻ്റെ അഡ്രസ്സാണ്. ഇനിയിപ്പോൾ അത് പ്രകാരം എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരു 12 ഏതെങ്കിലും ഒരു ID പ്രൂഫ് മതി. ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്നലെ വന്ന് ഒരു 3 ഫോം തന്ന് ആ ഫോമിൽ ഫില്ല് ചെയ്ത് അവിടെ തിരിച്ച് ഒരു വരും, ഫില്ല് ചെയ്ത് ഞാൻ കൊടുക്കണം. എൻ്റെ മക്കളെന്ന് എടുക്കണമെങ്കിൽ എൻ്റെ പഴയ വോട്ടർ ലിസ്റ്റിലെ ID പ്രൂഫും പിന്നെ അതിൻ്റെ നമ്പറും അതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാം ഭാവിയിൽ.